വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. 2018 അതിൻ്റെ ഓർമ്മകൾ പിന്നിട്ട് പോലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 13 കുടുംബങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലായി കഴിയുന്നത്. അവരെ മണിയാറൻകുടിയിലേക്ക് സ്ഥലം മാറ്റി പാർപ്പിച്ചെങ്കിലും അവിടെ ആവശ്യമായ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അതായത് ഭാര്യ ഒരിടത്ത്, മകൾ ഒരിടത്ത്, അങ്ങനെ 5-6 വർഷമായി കഴിയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിടെ എത്ര പേർക്ക് വീട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദയനീയമാണ് അവരുടെ ഒരു ജീവിത സാഹചര്യം. കാരണം ഇവരാരും തന്നെ ഒരു തുണ്ട് ഭൂമിയോ അല്ലെങ്കിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ ജീവിച്ചു വന്നവരല്ല. എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെ സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടായിരുന്നു, പറമ്പുണ്ടായിരുന്നു, അവിടെ നിന്ന് ആദായങ്ങൾ എടുത്ത് ജീവിച്ചു വന്നിരുന്ന ആളുകളാണ്. പക്ഷേ 2018 മഹാപ്രളയത്തിൽ സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷേ അന്ന് കൈത്താങ്ങായി വന്നവർ, അതായത് സർക്കാരിൻ്റെ സഹായം ഉൾപ്പെടെ വന്നിരുന്നു. പ്രളയ പുനരധിവാസം നടപ്പാക്കുന്നതിൽ ഒട്ടേറെ കയ്യടികൾ നേടിയ ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു അതിന് പിന്നാലെ ഉണ്ടായത്. പക്ഷേ ഈ സാഹചര്യത്തിലാണ് ഈ ആളുകളെയെല്ലാം പുനരധിവസിപ്പിക്കാനുള്ളൊരു തീരുമാനം എടുത്തത്. ഇവരെ മണിയാറൻകുടിയിൽ ഒരു സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഇവരെ പുനരധിവസിപ്പിച്ചത്. സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ ധനസഹായമായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. അതായത് 6 ലക്ഷം രൂപ സ്ഥലത്തിനും 4 ലക്ഷം രൂപ വീട് വെക്കുന്നതിനുമാണ് ഈ സഹായം നൽകിയിരുന്നത്. ഈ സൗജന്യമായി ലഭിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ 4 ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് ധനസഹായമായി ലഭിച്ചുള്ളൂ. മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഉടൻ ഒരുക്കി നൽകുമെന്ന ഒരു വാഗ്ദാനവും ഉറപ്പുമായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇവരെ പുനരധിവസിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത് മണിയാറൻകുടിയിലെ ഒരു മലഞ്ചെരുവാണ്. ആ മലഞ്ചെരുവിലേക്ക് വഴിയുണ്ടായിരുന്നില്ല. വഴി താൽക്കാലികമായി വെട്ടി നൽകി. പക്ഷേ വാഹനങ്ങളൊന്നും തന്നെ കയറി വരുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഇവർക്ക് വെള്ളത്തിനുള്ള യാതൊരുവിധ സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 4 ലക്ഷം രൂപ കയ്യിൽ കിട്ടി, അതുകൊണ്ട് വീട് പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ വെള്ളം ഇല്ല, വണ്ടി കയറി വരുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നതിനോ വെള്ളം ഉപയോഗിക്കാനോ സാധിക്കാത്ത ഒരു അവസ്ഥ, വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട ഒരു സാഹചര്യം വരെ ഇവർക്കുണ്ടായി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെ വീടൊരുക്കാൻ കഴിഞ്ഞത് വളരെ ചുരുക്കം 3 പേർക്ക് മാത്രമാണ് വീടൊരുക്കാൻ കഴിഞ്ഞത്. മറ്റുള്ളവർക്കെല്ലാം സ്ഥലം വീതിച്ച് നൽകിയിട്ടുണ്ട്, അതിന് പട്ടയം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ വീടൊരുക്കാൻ സാധിച്ചില്ല. ചില വീടുകൾ ഭാഗികമായി പണി പൂർത്തിയാക്കി അങ്ങനെ കിടക്കുന്നു. മറ്റു വീട് പണി പൂർത്തിയാക്കിയേക്കുന്നവർക്ക് അവർക്ക് വൈദ്യുതി കണക്ഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല, കെട്ടിട നമ്പർ ലഭിച്ചിട്ടില്ല, അവരവിടെ താമസിക്കുന്നുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വളരെ നിർധന അവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ഇവർക്ക് വേണ്ടി കുടിവെള്ളത്തിനായി ഒരു സൗകര്യം വാഴത്തോപ്പ് പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് താഴത്ത് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരു പൊതുക്കുളം കുഴിക്കുമെന്ന് തന്നെയാണ് ഇതിന് പറഞ്ഞിരുന്നത്. പക്ഷേ ആ കുളം കുഴിക്കാനോ അവിടെ വെള്ളം ഒരുക്കി നൽകാനോ യാതൊരു സംവിധാനവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവർ അവിടെ കഴിയുന്നത്, അല്ലെങ്കിൽ കഴിയുന്ന ആളുകൾ അവിടെ കഴിയുന്നത് വൈദ്യുതിയില്ല, വഴിയില്ല, വെള്ളവുമില്ല, കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അടിസ്ഥാന സൗകര്യത്തിനായി, അത് ഈ കുളം കുഴിക്കുന്നതിനായി 2 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് എന്ന് നടക്കും, എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലത്തിലാണ് ഈ ദയനീയാവസ്ഥ എന്നുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ, അതായത് കളക്ടറേറ്റിനോട് ചേർന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കരാറുകാർ വഞ്ചിച്ചു പോയവരുണ്ട്. ഈ കെട്ടിടം പണി പൂർത്തിയാക്കാൻ വിശ്വസിച്ച കരാറുകാർക്ക് പണം നൽകി അത് ഇട്ടിട്ട് പോയ ആളുകളുണ്ട്. ഇതിന് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണം പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. ജിൽസി.